എന്നാ വൈകണ്ട, ചടങ്ങ് തുടങ്ങാം. പൂജാരി എല്ലാം ഒരുക്കാമെന്ന് പറഞ്ഞു. വാ മക്കളെ. ഇപ്പൊ ചടങ്ങ് തുടങ്ങും. വാ. ദേവിക്ക് ചാർത്താനുള്ള ആഭരണങ്ങൾ ചെറുക്കൻ്റെ കയ്യിലും പെണ്ണിൻ്റെ കയ്യിലും കൊടുക്കുക. അതായത് പെണ്ണിൻ്റെ വീട്ടുകാർ കൊണ്ടുവന്നത് പെണ്ണിൻ്റെ കയ്യിലും ചെറുക്കൻ്റെ വീട്ടുകാർ കൊണ്ടുവന്നത് ചെറുക്കൻ്റെ കയ്യിലും കൊടുക്കുക. രാധികേ, അതിനകത്ത് 10 പവൻ സ്വർണ്ണം ഉണ്ടോന്ന് നോക്കട്ടെ. എന്താ സുജിതേ, കാര്യമായ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ തടസ്സം പറയാതെ. അതിനകത്ത് 10 പവൻ സ്വർണ്ണം ഒന്നും ഉണ്ടാവില്ല ചാ. ഉണ്ട്. അത് ഞങ്ങൾക്ക് കൂടെ ബോധ്യപ്പെടണമല്ലോ. എന്തിനാ ചേച്ചി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? പൂജ അതിന്റെ വിധി പ്രകാരം സത്യസന്ധമായി തന്നെ നടക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആഭരണം മുഴുവനായി ഉണ്ടെന്ന് ബോധ്യമായ സ്ഥിതിക്ക് ഇനി ചടങ്ങ് തുടരാം. ചടങ്ങൊക്കെ തുടരാം. പക്ഷെ ആ സ്വർണം സത്യയുടെ വീട്ടുകാര് സ്വന്തം കാശ് മുടക്കി വാങ്ങിയതാണോ എന്ന് കൂടി അറിയണം. ഇത് സുധിയുടെ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ? ചെറുക്കന്റെ വീട്ടുകാരുടെ കാശ് കൊണ്ട് വാങ്ങിച്ച ആഭരണമാണോ പെണ്ണ് വീട്ടുകാരെ ദേവിക്ക് സമർപ്പിക്കേണ്ടത്? സുജിതേ, അച്ഛനൊന്നും മിണ്ടാതിരുന്നേ. ഇതേ എന്റെ അനിയന്റെ ജീവിത പ്രശ്നമാണ്.
അന്ന് ഇവന്റെ വിവാഹത്തിന് അച്ഛനെടുത്ത തെറ്റായ തീരുമാനങ്ങളാണ് സുധിക്ക് ഇന്ന് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തിയത്. ഇപ്രാവശ്യം അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ദേവിയുടെ മുമ്പില് ഒരു കള്ളക്കളിയും നടക്കാൻ പാടില്ല. ഇത് ഞങ്ങൾ സ്വന്തമായി വാങ്ങിച്ചത് തന്നെയാണ്. അതെ. ഓ, സ്വന്തമായിട്ട് വാങ്ങിച്ചതൊക്കെ ആവും. പക്ഷെ അതിന് കാശ് കൊടുത്തത് സുധിയാണെന്ന് മാത്രം. അല്ല, ഞാനോ? ഞാൻ കാശ് കൊടുത്തിട്ടില്ലെന്ന് എനിക്കറിയില്ലേ? സുധി, നീ ഇന്നലെ രാത്രി വീട്ടിലുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് നടന്നത് എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടാ. ഇത് വാങ്ങിക്കാനായി 10 ലക്ഷം രൂപയുടെ ചെക്ക് സത്യ ക്ലീറ്റസിന്റെ കയ്യിൽ കൊടുത്തുവിടുന്നത് ഞാൻ കണ്ടതാണല്ലോ. അതും നമ്മുടെ കമ്പനി ചെക്ക്. കമ്പനി ചെക്കോ? എടാ, നീ സൈൻ ചെയ്തു വെച്ച ചെക്ക്. ഇവളും ക്ലീറ്റസും ചേർന്ന് കളിച്ച കളിയാണല്ലോ. അല്ലെന്ന് ഇവള് പറയട്ടെ. കമ്പനി അക്കൗണ്ടിൽ നിന്ന് കാശ് പോയാ സുധിയുടെ ഫോണിൽ മെസ്സേജ് വരൂലേ? ആ, മെസ്സേജ് വരും. അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് സുധിയുടെ ഫോണിൽ വന്നോന്നൊന്ന് നോക്കി. ഇല്ല. എടാ, ഇല്ലാന്നൊന്നും ചുമ്മാ പറഞ്ഞാ പോരാ. ദാ, എന്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടില്ല. നോക്ക്. അതെ, കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ മിനി സ്റ്റേറ്റ്മെന്റ് നോക്കാം. അല്ല, ഇനി മെസ്സേജ് സുധി ഡിലീറ്റ് ചെയ്തു എന്നെങ്ങാനും തോന്നുന്നുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ലേ? പൂജാരി, കർമ്മം നടക്കട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. കർമ്മമൊക്കെ നടത്താൻ വരട്ടെ. ഒരു കാര്യം കൂടി. ഓ, ഇനിയും കാര്യമുണ്ടോ? ആ, ഉണ്ട്. നിങ്ങൾക്ക് എവിടുന്ന ഈ 10 ലക്ഷം രൂപ? പറയ്, എവിടുന്നാ കിട്ടിയേ? അതെവിടുന്നായാലും നിനക്കെന്താ? പൂജയ്ക്ക് അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല. അച്ഛാ, കട്ടോണ്ട് വന്ന കാശൊന്നും ഇതിനുപയോഗിക്കാൻ പറ്റില്ല. കട്ടുകൊണ്ട് വന്നതോ? ആ, അതെ. ക്ഷമിക്കണം, അവള് വിവരമില്ലാതെ ഓരോന്ന് പറയുന്നതാ. സ്വർണം വാങ്ങിക്കാനുള്ള കാശ് ഇത്ര പെട്ടെന്ന് എവിടുന്ന് കിട്ടിയെന്നല്ലേ സുജിതയുടെ സംശയം? ആ, അതെ. വീടും പറമ്പും സത്യയുടെ കൊച്ചച്ഛൻ എഴുതി കൊടുത്തിട്ടാ ഞങ്ങൾ കാശ് വാങ്ങിച്ചത്. കിടപ്പാടം പോയാലും ഞങ്ങൾ കക്കാനും പിടിച്ചു പറിക്കാനും ഒന്നും പോകില്ല.
കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ സത്യയുടെ കൊച്ചച്ഛനെ വിളിച്ച് ചോദിച്ചോളൂ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയവുമില്ല. സംശയമുണ്ട്. നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ സ്വർണം അതിതല്ല. അയ്യോ, എന്നാ പിന്നെ ചടങ്ങ് നടക്കട്ടെ, ഒരു കുഴപ്പമില്ല. എന്താ സുജി പറയുന്നത്? അവര് കൊണ്ടുവന്ന സ്വർണം ഇതല്ലല്ലോ. ഇവക്ക് എന്താ പറ്റിയേ? എടീ, അതല്ല, നീ ഇപ്പൊ എന്താ ഈ പറയുന്നേ? ഇപ്പൊ മൊത്തം കുളമായില്ലേ? എല്ലാം കുളമാക്കാതെ. എന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല. എന്റെ അമ്മയും അച്ഛമ്മയും കൊണ്ടുവന്ന സ്വർണ്ണം ഇതല്ലാന്നോ? അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അല്ല, ഇത് അമ്മയും അച്ഛമ്മയും വാങ്ങിയ സ്വർണം അല്ലെങ്കിൽ പിന്നെ ഏത് കാശ് കൊണ്ട് വാങ്ങിച്ച ഏത് സ്വർണത്തെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്? അല്ല, അത് പിന്നെ ഇതിലുണ്ടായിരുന്ന സ്വർണം ആരെങ്കിലും കട്ടുകൊണ്ട് പോയിട്ട് പകരം ഞങ്ങൾ വേറെ വെച്ചതാണെന്നാണോ പറയുന്നത്? അയ്യോ, അത് സത്യ, മോളൊന്നും കാര്യമാക്കണ്ട. അവർക്ക് രണ്ടുപേർക്കും ഭ്രാന്ത. ഏത് നല്ല കാര്യം നടക്കുമ്പോഴും ഒരു കശപിശ ഉണ്ടാക്കുക എന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും പറഞ്ഞിട്ടുള്ളതാ. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും ശബ്ദം ഇവിടെ കേട്ടുപോകരുത്. ശബ്ദിച്ചാൽ രണ്ടിന്റെയും സ്ഥാനം ക്ഷേത്രത്തിന് പുറത്തായിരിക്കും. ഇനി ചടങ്ങ് നടത്താലോ അല്ലേ? നടത്താം. രണ്ടുപേരും സ്വർണം തളികയിൽ വയ്ക്കുക. എടുത്തോളൂ. ഈശ്വര,
ആകെ നാണക്കേടായി അല്ലേ സുജിതേ? എല്ലാം നാട്ടിച്ചത് നിങ്ങളല്ലേ? വാ തുറന്ന വീട്ടിത്തരവ് പറയൂ. അത് പിന്നെ അവര് വാങ്ങിച്ച സ്വർണം ഈ റൂമിലല്ലേ ഇരിക്കുന്നത്? അതെ, അത് പിന്നെ എങ്ങനെ അവളുടെ കയ്യിലെത്തിയേ? നീ ശരിക്കും നോക്കിയായിരുന്നോ അത് സത്യയുടെ വീട്ടുകാർ കൊണ്ടുവന്ന സ്വർണം തന്നെയാണോന്ന്? ഞാൻ നോക്കിയതാ, അത് തന്നെയാ. ഇല്ല സുജിതേ, ആ സ്വർണം ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതെടുത്ത് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കണം. പിന്നെ മിണ്ടിത്തം. അതെടുത്തോണ്ട് അവരുടെ മുന്നിൽ ചെന്ന് അതെങ്ങനെ നമ്മുടെ കയ്യിൽ വന്നെന്ന് ചോദിക്കില്ല ബൈജുട്ടാ. മറ്റുള്ളവരുടെ മുമ്പിൽ കള്ളനായിക്കോളാന്ന് വല്ല നേർച്ചയുണ്ടോ? അതും ശരിയാണല്ലോ. നീ പറയുന്നത് പോലെ ഞാൻ എന്ത് മണ്ടനാ, ഞാനത് ഓർത്തില്ല. എന്തായാലും കട്ടോണ്ട് വന്ന സ്വർണ്ണം ഇവിടെ ഉണ്ടോന്നെങ്കിലും നോക്ക്. ആ ദേ കണ്ടില്ലേ? ദേ നീ ചുമ്മാ എന്നെ പൊട്ടനാക്കല്ലേ. നോക്ക്. നോക്ക്. പൊന്നു വെച്ച സ്ഥലത്ത് പൂ മാത്രമാണല്ലോ. പൊന്നു വെച്ചെടുത്ത് പൂ മാത്രമല്ല, നമ്മളെ കൊണ്ട് ഗോപിയും മരപ്പിച്ചിട്ടുണ്ട് അവള്. കേസായി. ഇതാരോ തന്ന പണിയാണല്ലോ. സുജിതേ, ഇത് വല്ലാത്തൊരു ചതിയായി പോലെ സുജിതേ. പോകുന്നുണ്ടോ? എടി, നീ എന്നോട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് എന്താ കാര്യം? ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച 10 ലക്ഷത്തിന്റെ മുതൽ നഷ്ടപ്പെടുമ്പോ എടി നീ എന്നെയല്ലേ സമാധാനിപ്പിക്കേണ്ടത്? ഇത് ആര് ചെയ്ത പണിയാണോ എന്തോ. അല്ല, ഇനി നിന്റെ അച്ഛനായിരിക്കോ? മണ്ടൻ തന്നെ. അപ്പൊ അച്ഛനല്ലേ? എന്റെ ബൈജുവേട്ടാ, ഇത് സത്യം തന്ന പണിയാ. നമ്മള് ഭദ്രമായി വെച്ചെടുത്തുനിന്ന് സത്യം എങ്ങനെ അടിച്ചു മാറ്റി? അല്ല, ഇനിയിപ്പൊ ഇതെന്ത് ചെയ്യും? പുഴുങ്ങി തിന്ന്. അതെ, ഈ ചെമ്പരത്തിപ്പൂ പുഴുങ്ങി തിന്നാലേ അത് ആരോഗ്യത്തിന് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. നീ കള്ളന് കഞ്ഞി വെച്ചവളോട് കളിച്ച ഇങ്ങനെല്ലാം ഉണ്ടാവും. ഇനി ഈ കഞ്ഞി വെച്ച കഥ കേൾക്കണ്ടേ? പറയാം. നിങ്ങൾ കാണുക ക്ലീറ്റസിനെ വിളിച്ചു വരുത്തി സുധിയുടെ ചെക്ക് കൊടുത്തത് മനഃപൂർവ്വം തന്നെയാ. ദാ, ഇത് സുധി സൈൻ ചെയ്ത ചെക്കാ. എത്രയാ ആവശ്യമുള്ള കാശെന്ന് വെച്ചാൽ അത് എടുത്തോ. ഇത് കമ്പനി ചെക്കല്ലേ? ആദ്യം ആവശ്യം നടക്കട്ടെ. സുധിയെ വിളിച്ച് പറയാന്ന് വിചാരിച്ച ഫോൺ ചെയ്തത്. പക്ഷെ ആളെ ഒന്ന് കിട്ടണ്ടേ? ഇനിയിപ്പോ ഇതല്ലാതെ വേറെ വഴിയില്ല. ഞാനും ക്ലീറ്റസും പുറത്തേക്ക് പോയപ്പോ നിങ്ങൾ സംസാരിച്ചത് മുഴുവൻ ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു.
ക്ലീറ്റസ് സ്വർണ്ണമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് നാണക്കേട്? അതാണ് ഏറ്റവും വലിയ നാണക്കേട്. നോക്കിക്കോ, നമ്മള് നേരത്തെ വിചാരിച്ചതിനേക്കാൾ കുറെ കൂടി ഭംഗിയായി സത്യയും വീട്ടുകാരും നാളെ നാണം കെടും. നിങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നറിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്ലീറ്റസിനെ വീണ്ടും വിളിച്ചു വരുത്തി. എന്തിനാ തിരിച്ചു വരാൻ പറഞ്ഞത്? ആ ചെക്കിങ് ഇതാ. എന്താ ഗോൾഡ് വാങ്ങിക്കണ്ടേ? വേണ്ട. അപ്പൊ പിന്നെ നാളത്തെ ഫംഗ്ഷൻ? അപ്പോഴേക്കും നഷ്ടപ്പെട്ട ഗോൾഡ് എന്റെ കയ്യിൽ കിട്ടും. അതെങ്ങനെ കിട്ടും? അത് കാണാനില്ലെന്നല്ലേ പറഞ്ഞത്? കാണും, കണ്ടുപിടിക്കും സത്യ. കള്ളനെ കിട്ടിയോ? കള്ളൻ ഇവിടുത്തെ പത്തായത്തിൽ തന്നെ ഉണ്ട്. പത്തായത്തിലോ? എങ്കിൽ പോലീസിനെ വിളിക്കാം. ഇതിന് പോലീസും പട്ടാളം ഒന്നും വേണ്ട, ഈ സത്യ തന്നെ ധാരാളം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ തൽക്കാലം പൊയ്ക്കോ, ഇത് ഞാൻ സോൾവ് ചെയ്തോളാം. ആ ശരി. തളർന്നു പോവല്ലേ. അതിനുശേഷമാണ് ട്വിസ്റ്റ്. ട്വിസ്റ്റ് എന്ന് വെച്ചാ ഒരു തങ്കഭസ്മ കഥ. തങ്കഭസ്മ കുറേട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്നു മുടക്കും ഞാൻ. ഇന്നലെ രാത്രിയിലെ എന്റെ കയ്യിൽ നിന്ന് ഓരോ ഗ്ലാസ് പാല് നിങ്ങൾ പിടിച്ചു വാങ്ങിച്ചു കുടിച്ചില്ലേ? ആ കുടിച്ചു. ആഹാ, ബൈജുവേട്ടന് നല്ല ഓർമ്മയാണല്ലോ. ആ തങ്കഭസ്മ ഇട്ട പാല്. ആ അതിലിട്ടത് തങ്കഭസ്മായിരുന്നില്ല, പിന്നെ ഉറക്ക ഗുളിക. സുജിതേ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല അസൽ സ്ലീപ്പിംഗ് പിൽസ്. ശപിക്കാൻ വരട്ടെ, പാപം ചെയ്യാത്തവർ ശപിക്കട്ടെ. അതിനു മുൻപ് ഞാൻ എന്റെ കഥയൊന്ന് പറഞ്ഞോട്ടെ. പാല് തരുന്നതിന് മുൻപ് എന്തുവാടി ഇത്? ഇത് പാല്, ബദാമും മുന്തിരിയും കശുവണ്ടിപ്പരിപ്പും പിന്നെ തങ്കഭസ്മം ഒക്കെ ചേർത്തൊരു സ്പെഷ്യൽ പാലാണ്. ഇതൊന്നും കോളനിയിലെ പിള്ളേർ കഴിക്കേണ്ട സാധനമല്ല. നീയൊക്കെ പോയി വല്ല സിപ്പപ്പം വാങ്ങി കഴിക്കും. എടാ, തങ്കഭസ്മം കഴിക്കാൻ പറ്റിയ ഒരാള്. ഞാനിത് എല്ലാ ബുധനാഴ്ചയും കഴിക്കാറുള്ളതാ, അത് മുടങ്ങാൻ പാടില്ല. ബൈജുട്ടാ, ധൈര്യമായിട്ട് കുടിച്ചോ. ആ എന്നാലും എന്റെ സുജിതേ, ആ പാല് ഒരു 1.5 പാല് തന്നെ. അത് ശരിയാ. നമുക്കും കുറച്ച് തങ്കഭസ്മം വാങ്ങിച്ചു വയ്ക്കണം. ബൈജുവേട്ടന്റെ കയ്യിൽ അതിനുള്ള കാശുണ്ടോ? കാശില്ല, പക്ഷെ നീയും അച്ഛനൊക്കെ വിചാരിച്ച കാശ് കിട്ടില്ലേ? തങ്കഭസ്മം മേടിക്കാനും അമ്മായിയപ്പന്റെ കയ്യിൽ നിന്ന് തന്നെ കാശ് മേടിക്കണം അല്ലേ? എന്നാ പിന്നെ നമുക്ക് ഗെയിം കണ്ടിന്യൂ അല്ലേ? ആ, അതായിരിക്കും നല്ലത്. ആ
എന്താ ബൈജേട്ടാ നോക്കിയിരിക്കാതെ? നല്ല ക്ഷീണം, ഉറക്കം വരുന്ന പോലെ. നമുക്ക് കിടന്നാലോ? ഈ വീട്ടിൽ ബൈജേട്ടൻ ചെയ്യുന്ന 2 ജോലികളേ ഉള്ളൂ. അതേതൊക്കെയാ? തിന്നേം കിടന്നുറങ്ങേ. എന്നാ കളിക്കാം. ബൈജേട്ടാ എനിക്ക് ഉറക്കം വരുന്നു. എന്നാ വാ കിടക്കാം. വല്ലാത്ത ക്ഷീണം, നടക്ക.